പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, ഇത് വളരെ വിധി നിർണായകമായ ഒരു ഇലക്ഷനാണ്. ഈ അവസാന മണിക്കൂറിലും കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 60%-ത്തിലും ഉയർന്നിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കുറയുന്നത് ആർക്കാണ് നേട്ടമുണ്ടാക്കുക? തീർച്ചയായിട്ടും നാം ഉദ്ദേശിക്കുന്ന മുന്നണിക്ക് അത് ലഭിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വോട്ടിൻ്റെ ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് നാം ലതാർജിക്കായിട്ട് എടുക്കരുത്. തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടി ഈ വോട്ടിങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, ഇത് വളരെ വിധി നിർണായകമായ ഒരു ഇലക്ഷൻ തന്നെയാണ്. അടുത്ത സമീപഭാവിയിൽ നമുക്ക് ഒരു ഇലക്ഷൻ ഉണ്ടാകുമെന്നോ, ജനാധിപത്യം പുലരുമെന്നോ, മതേതരത്വം നിലനിൽക്കുമെന്നോ പറയാനായിട്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം. ഈ അവസാന മണിക്കൂറിലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം. അവരെ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവരെ തീർച്ചയായിട്ടും ഫോണിൽ വിളിച്ച് ഉത്സാഹിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് മോദിജി ക്ഷണിച്ചില്ല. അതുപോലെ അയോധ്യയിലെ രാമമന്ദിറിൻ്റെ പ്രാണപ്രതിഷ്ഠ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത്. ഉത്തരേന്ത്യയിലെ ഭവനങ്ങളിലൊക്കെ രാമമന്ദിറിൻ്റെ കൊടി കെട്ടുവാനായിട്ടുള്ള ആഹ്വാനമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇലക്ഷനെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം നിർവഹിച്ചത്. ഇന്ത്യയിലെ ഹിന്ദുത്വ വികാരം ഉണർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയ ജ്വരം കുത്തിവെച്ച് ഈ ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്നാണ് മോദിജി ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ രാജ്യത്തെക്കുറിച്ച് വിശാലമായ ഒരു കാഴ്ചപ്പാടില്ല, വ്യക്തമായ ആശയങ്ങളില്ല, പദ്ധതികളില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ജയിലിൽ വെച്ച് സ്റ്റാൻ സ്വാമി മരിക്കാനിടയായത് നാം മറന്നിട്ടില്ല. മണിപ്പൂർ ഇന്നും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നികുണ്ഡമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇന്ന് വരെ മണിപ്പൂർ സന്ദർശിക്കുകയോ ഒരു പ്രസ്താവന പാർലമെൻറ്റിൽ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. മണിപ്പൂരിലെ കുക്കികളെ നിരന്തരമായി വേട്ടയാടുകയാണ്. സഹോദരങ്ങളെ, 230-ലധികം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു. 10,000-ത്തിലധികം വീടുകൾ തകർത്തു. 50,000-ത്തിലധികം ആളുകൾ റിലീഫ് സെൻ്ററുകളിൽ കഴിയുന്നു. അപ്പോൾ വളരെ ഭീകരമായ അന്തരീക്ഷമാണ് ഇന്ത്യ. ഇന്ത്യ ഒരു ജനാധിപത്യ ഇന്ത്യയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. അംബാനി അദാനിമാർ കൊഴുത്ത് തടിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിഭവങ്ങൾ മുഴുവൻ അവർക്ക് പണയം വെച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ഈ ഇലക്ഷൻ നാം തികച്ചും ഉദാസീനതയോടെ കാണരുത് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. UP, ഛത്തീസ്ഗഡ്, MP, ഉത്തരാഖണ്ഡ്, ഹരിയാന തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം ക്രിസ്തീയ വിശ്വാസികളെ നിരന്തരം വേട്ടയാടുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുന്നു. അവർക്ക് ജാമ്യം ലഭിക്കുന്നില്ല, അവരെ റിമാൻഡ് ചെയ്യുന്നു കോടതികൾ. UPയിൽ ദളിതരെയും ആദിവാസികളെയും അവരാരും ഇന്ന് സുരക്ഷിതരല്ല. UPയിൽ ദളിതരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നത് നാം മിക്കവാറും മീഡിയയിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ പ്രാർത്ഥനാലയങ്ങൾ തകർക്കുമെന്ന് യോഗി ആദിത്യനാഥൻ്റെ പ്രസ്താവനയുണ്ട്. മുസ്ലിങ്ങൾക്ക് പുതിയ പൗരത്വ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശനം ഇല്ല എന്ന് ഈ പുതിയ പൗരത്വ നിയമത്തിൽ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, അവർക്ക് ന്യായവില കിട്ടുന്നില്ല. കൃഷിക്കാരുടെ ഡൽഹിയിലേക്കുള്ള മാർച്ച്, അതിൻ്റെ ആ സമരത്തെ തച്ചുടയ്ക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ 7% വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അരിയുടെയും പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും ഇന്ധനത്തിൻ്റെയൊക്കെ വില കുതിച്ചു കയറി. നമുക്കറിയാം, ഗ്യാസിൻ്റെ വില അതെല്ലാം അടുത്തിടയിൽ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. ഇതെല്ലാം വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട്
അതുപോലെ തന്നെ ചൈന ലഡാക്കിൽ 2000 കിലോമീറ്ററോളം ഉള്ളിൽ കയറിയിട്ട് മോദിജി പാർലമെൻറ്റിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ ദുർഭരണത്തിന് അറുതി വരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനി ജനാധിപത്യമോ മതേതരത്വമോ ഇവിടെ നിലനിൽക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മോഡി അധികാരത്തിൽ വന്നാൽ ഒരു എലക്ഷൻ തന്നെ നടക്കുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായി നിലകൊള്ളുന്നു. ഞാൻ ഈ അവസാന മണിക്കൂറിലും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ, എല്ലാ സഹോദരീ സഹോദരന്മാരും, എല്ലാ വിഭാഗം ആളുകളും വോട്ട് ചെയ്യാനായിട്ട് തയ്യാറാകണം. ഈ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ചുട്ട മറുപടി കൊടുക്കുവാൻ ഈ വോട്ട് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്നേഹപൂർവ്വം.